ഹായ് എവ്രി വൺ, വെൽക്കം ടു K&N ടോക്സ്. പുറത്ത് ശക്തിയായിട്ടുള്ള മഴ പെയ്യുവാണ്. ഇന്നലെ തുടർച്ചയായിട്ട് മഴയുണ്ടായിരുന്നതുകൊണ്ട് കുട്ടികൾക്ക് കളക്ടർ ഹോളിഡേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡെസിഷൻ മേക്കിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ഡെസിഷൻസും നമ്മൾ പല കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ചെയ്യുന്നത്. പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഡെസിഷൻ മേക്കിങ്ങോ അല്ലെങ്കിൽ പ്രയോറിറ്റൈസേഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. രണ്ട് കുട്ടികളുടെ കാര്യം എടുക്കുക. അവർ സ്കൂളിൽ പോകുന്നു, കളിക്കുന്നു, പഠിക്കുന്നു, കുട്ടികളായിട്ട് സമയം ചെലവഴിക്കുന്നു, ഫാമിലിയായിട്ട് സമയം ചെലവഴിക്കുന്നു. പക്ഷേ എക്സാം റിസൾട്ട്സ് വരുമ്പോൾ രണ്ടുപേരുടെയും പെർഫോമൻസിൽ ഭയങ്കര ബിഗ് ഡിഫറൻസ് ആണ് കാണുക. അപ്പോൾ ഇതിൽ പല റീസൺസ് ഉണ്ടാവും. അതിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണ്. ഒരാൾ, അതായത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾ, പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്നുള്ള പോളിസി, പ്രയോറിറ്റൈസേഷൻ വളരെ കൃത്യമായിട്ട് ചെയ്യണ്ടാവും. ഇമ്പോർട്ടൻറ്റും അർജൻറ്റുമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അർജൻറ്റാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അർജൻ്റ് അല്ല. പിന്നെയോ അർജൻറ്റും അല്ല ഇമ്പോർട്ടൻറ്റും അല്ലാത്തതിന് എപ്പോഴും ലാസ്റ്റ് പ്രയോറിറ്റിയാണ് കൊടുക്കുക. അപ്പോൾ ഈ രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത്, അതായത് നന്നായിട്ട് എക്സാമിന് പെർഫോം ചെയ്യാത്ത കുട്ടി, ആ കുട്ടി എന്തായിരിക്കും ചെയ്യുക? എല്ലാ കാര്യവും സമയബന്ധിതമായിട്ടായിരിക്കില്ല ചെയ്യുന്നത്. തോന്നുമ്പോൾ ചെയ്യുക. എക്സാം പ്രിപ്പറേഷനോ അല്ലെങ്കിൽ കളിക്കുന്നതിനോ അല്ലെങ്കിൽ നെർട്ട് സർഫ് ചെയ്യുന്നതിനോ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണോ കുട്ടികളായിട്ട് ഫ്രണ്ട്സായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നോ ഒന്നിനും പ്രത്യേകമായിട്ടുള്ള ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടാവില്ല. അവന് വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. എക്സാമിൻ്റെ അടുത്ത് വരുമ്പോൾ പഠിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് ഇല്ലാത്തത്, ഒരു പ്രോപ്പർ പ്ലാനിങ്, ഒരു പ്രോപ്പർ ഗോൾ ഇല്ലാത്തതിൻ്റെ പ്രോബ്ലം തന്നെയാണ്. വൺ ഓഫ് ദ റീസൺ പുവർ ടൈം മാനേജ്മെൻറ്റ് തന്നെയായിരിക്കും അത് കുട്ടി വളരെ ലോ എക്സാം പെർഫോമൻസ് കാണിച്ചത്. അപ്പോൾ ഈ പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയോറിറ്റൈസേഷൻ ചെയ്യണം. കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രയോറിറ്റി വെച്ചിട്ട് വേണം കാണാൻ. എങ്ങനെയായിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. അപ്പോൾ ആ ചെയ്ത് തീർക്കാനുള്ളതിനെക്കുറിച്ച് ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയുടെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിൽ പെടുത്തണം? ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അങ്ങനെയുള്ളതാണ്, അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ നോക്കണം. ഓക്കെ, അർജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അത്ര പ്രധാനപ്പെട്ടതല്ല, അതിന് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കും. മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാലോ പ്രധാനപ്പെട്ടതാണ് പക്ഷെ പെട്ടെന്ന് ചെയ്യേണ്ടതല്ല, അത്ര അർജൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അത്ര അർജൻ്റ് അല്ല, അപ്പോൾ അത് തേർഡ് പ്രയോറിറ്റി കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഫോൺ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുക, ഇതൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻറ്റും അല്ല അർജൻറ്റും അല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് തലേ ദിവസം തന്നെ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേയും കൂടി നമ്മുടെ പെർഫോമൻസ് ലെവൽ, അത് ഏത് കാര്യത്തിനാണെങ്കിലും, ഒരു ഗോൾ അച്ചീവ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലോ എന്തിനാണെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ, അതിൻ്റെ പെർഫോമൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത് കൃത്യമായി ഫോളോ ചെയ്യാം. So see you in the next video. Expect nothing and appreciate everything. Bye bye.